ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലായി കേൾക്കുന്ന ഒരു സംഭവമാണ് ഇറാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് കനാൽ പൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര വലിയ കോൺസിക്വൻസ് അത് മൂലം ഉണ്ടാകും എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലായി കേൾക്കുന്നതാണ്. അപ്പം അത് പൂട്ടിയാൽ അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്താൽ ആ ഹോർമസ് കനാൽ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ്ലി വീഡിയോ ആണിത്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാനും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു കടൽ ഇടുക്കാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത്. അതായത് ഈ പേർഷ്യൻ ഗൾഫും നമ്മുടെ അറേബ്യൻ സീയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു കടലിടുക്കാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. പക്ഷേ അത് ലോകത്തിൻ്റെ തന്നെ ഒരു 20% ഓയിൽ പാസ് ചെയ്യുന്നത് ആ കനാലിൽ കൂടെയാണ്, ആ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് കനാലിൽ കൂടെയാണ്. ലോകത്തിന് തന്നെ 20% ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്ട് നടക്കുന്ന ഒരു മെയിൻലി ഒരു വലിയ കനാൽ തന്നെയാണ് അത്. 20% എന്ന് പറയുന്നത് ചെറിയ ഒരു പെർസെൻറ്റേജ് അല്ല, നല്ല ലോകത്തിലെ തന്നെ 20% ഓയിൽ പാസ് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തൂടെയൊക്കെ തന്നെയാണ്. അപ്പം മെയിൻലി അവിടുന്ന് നമ്മുടെ സൗദി അറേബ്യ, ഇറാഖ്, ഖത്തർ, കുവൈറ്റ് പോലത്തെ മെയിൻ GCC കൺട്രീസിലെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽസ് മൈൻ ചെയ്യുന്ന മെയിൻ രാജ്യങ്ങളൊക്കെ തന്നെയും ഈ സ്ട്രെയ്റ്റ് ഓഫ് കനാലിൻ്റെ അതിലൂടെയാണ് എക്സ്പോർട്ട് നടക്കുന്നത്. അപ്പം അത് ഏതൊക്കെ കൺട്രീസിനെ ബാധിക്കും? ഈ ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളെ പോലെ ഓയിൽസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഇത്രയും കൺട്രീസിന് ഇത് സാരമായി ബാധിക്കും. ഏകദേശം 20 മില്യൺ ഓയിൽ ബാരൽസ് ആണ് ഏകദേശം ഒരു മാസം അതിൽ കൂടി പാസ്സാവുന്നത് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അളവ് തന്നെയാണ്. ഏകദേശം ഒരു ബാരലിന് $200 വില കൂടുകയും ഇത് ക്ലോസ് ചെയ്യുന്നതോടെ $200 ഒരു ബാരലിന് വില വരികയും ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ തന്നെ എന്ന് പറയുന്നത് ഒരു വലിയ കോൺസിക്വൻസ് തന്നെയാണ്. വലിയൊരു എക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററിലി ആണെങ്കിലും ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇറാൻ ഇത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രൂഡ് ഓയിൽസിൻ്റെ എക്സ്പോർട്ടിങ്ങിനെ മാത്രമല്ല ബാധിക്കുന്നത്, LNG പോലുള്ള നാച്ചുറൽ ഗ്യാസസിൻ്റെയൊക്കെ എക്സ്പോർട്ടിങ്ങിനെ ഇത് സാരമായി ബാധിക്കും. അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ തന്നെ കുത്തനെ ഇടിയുകയൊക്കെ ചെയ്യും. അപ്പം തന്നെ ഇത് ഇറാൻ്റെ എക്കോണമിയെ തന്നെയും സാരമായി തന്നെ ബാധിക്കും. അവർക്കും ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഇറാൻ്റെ എക്കോണമിയെ തന്നെ അത് സാരമായി തന്നെ ബാധിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ പൂർണ്ണമായ കൺട്രോൾ ഏകദേശം ഇറാൻ്റെ പക്കൽ തന്നെയാണ്. ഏകദേശം ഇറാനും ഒമാനും എന്നീ രാജ്യങ്ങൾ തമ്മിലാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ മുഴുവനായുള്ള കൺട്രോൾ ഏകദേശം ഇറാൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇതിനു മുമ്പൊന്നും തന്നെയും ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് കനാൽ ക്ലോസ് ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിപ്പോഴും ഇറാൻ പാർലമെൻറ്റിലേക്ക് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് കനാൽ പൂട്ടുന്നതിനെ പറ്റിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുകയും ഇറാൻ പാർലമെൻറ്റ് അത് ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല എന്നതിനെ പറ്റിയിട്ടാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും. ഇതുവരെ അത് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നതിനെ പറ്റിയിട്ടാണ് ഇറാൻ പാർലമെൻറ്റൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇത് ഒരു വലിയ മിലിറ്ററി എസ്കലേഷന് തന്നെ ഇതൊരു വഴിയൊരുക്കും. കാര്യം എന്ന് വെച്ചാൽ US നേവി ആൻഡ് അലൈഡ് ഫോഴ്സസ് ലൈക്ക് നമ്മുടെ ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഒരു മിലിറ്ററി പ്രസൻസ് ഈ ഒരു റീജിയണിൽ ഉള്ളത് തന്നെയാണ്. ഈ US എന്നീ രാജ്യങ്ങളുടെ കുറേ എയർ സ്പേസസും എയർ ഒക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഈ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെയും ഉള്ളതാണ്. ഈ ഒരു റീജിയണിൽ UK, ഫ്രാൻസ്, US നേവി പോലെ ഉള്ള അവരുടെയൊക്കെ സബ്മറൈൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒക്കെ അവിടെ തന്നെ ഉള്ളതാണ്. അതൊരു മിലിറ്ററിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇതിനെ സാരമായി ബാധിക്കാം. അതല്ല, ഇത് ഗ്ലോബൽ സപ്ലൈ ചെയിനിനെയൊക്കെ സാരമായി ബാധിക്കുകയും ഇതൊക്കെ തടസ്സപ്പെടുകയൊക്കെ ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഗ്ലോബലി ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ്സൊക്കെ കുത്തനെ ഇടുകയൊക്കെ ചെയ്യും. മാത്രമല്ല, നമ്മുടെ എയർലൈൻസൊക്കെ ഒരുപാട് ചാർജ് കുത്തനെ കൂട്ടുകയൊക്കെ ചെയ്യുന്നു. കാര്യം ഷോർട്ടേജ് ഓഫ് ഫ്യൂവൽസ്. മാത്രമല്ല, നമ്മുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയൊക്കെ തന്നെയും തകരാറിലാവും. മാരിടൈമിൻ്റെയൊക്കെ ഒരു തകർച്ചയ്ക്ക് തന്നെ ഒരു കാരണമാകും ഇതൊക്കെ തന്നെ. അപ്പോൾ തന്നെ ഷിപ്പിംഗ് റൂട്ട്സൊക്കെ തന്നെ റീറൂട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇതൊക്കെ ക്ലോസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഷിപ്പിംഗ് റൂട്ട്സൊക്കെ നോർമലി പോകുന്നതിലും റീറൂട്ടൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഗ്ലോബലി ഒരുപാട് കാര്യങ്ങളിൽ അഫക്റ്റ് ചെയ്യും. അപ്പം ഇതങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഗ്ലോബലി നമുക്ക് തന്നെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.